നിങ്ങളുടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ നിങ്ങളുടെ ആത്മാവിനെ ചുരുക്കിക്കളയുന്ന, നിങ്ങളുടെ ആത്മാവിനെ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന, നിങ്ങളുടെ മൈൻഡ് പവറിനെ, നിങ്ങളുടെ മനസ്സിന്റെ അസാമാന്യമായ ശക്തിയെ ഇല്ലായ്മപ്പെടുന്ന വേറൊരു ട്രിക്കാണ് ഈ ഇല്ല എന്ന് വിശ്വസിപ്പിക്കൽ. എന്തില്ല എന്നാണ് വിശ്വസിപ്പിക്കുന്നത് നമ്മളെ? നമുക്കൊരു ഭയങ്കര ശക്തിയുണ്ട് എന്തിനേയും അഭിമുഖീകരിക്കാൻ. ലോകത്ത് കടന്നുപോയ മുൻഗാമികൾ, ശാസ്ത്രജ്ഞന്മാർ, സന്യാസിമാർ, ഗുരുക്കന്മാർ, വലിയ വലിയ മഹാന്മാരായ ആളുകൾ, ഭൂമിയിലെ എല്ലാ പ്രതിസന്ധികളെയും ഒരു മഹാമേരു പോലെ നിന്ന് നേരിട്ടവർ. അവർക്കുള്ള ശക്തി നിങ്ങൾക്കുണ്ട്, അവർക്കുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. പക്ഷെ വേറൊരു കാര്യം, വേറെ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഇല്ല എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ആ ശക്തിയെ പൊടിയിട്ട് മൂടുന്നത്, ആ ശക്തിയെ അല്ലെങ്കിൽ മണ്ണിട്ട് മൂടുന്നത്, അല്ലെങ്കിൽ ആ ശക്തിയെ എന്തെങ്കിലും തുണിയിട്ട് മൂടുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ ആ പവറിനെ, നിങ്ങളുടെ മൈൻഡിന്റെ ആ പവറിനെ ചില കാര്യങ്ങൾ നിങ്ങളിൽ ഇല്ല എന്ന് വിശ്വസിക്കുമ്പോൾ ആണ് മൂടിക്കളയുന്നത്. നിങ്ങളിൽ ഇല്ല എന്ന് വിശ്വസിപ്പിക്കുകയാണ്. അത് പിശാചാവാം, സൂക്ഷ്മ ശക്തികളാവാം, എന്തുമാവാം. എന്ത് പേരിട്ടും നമുക്ക് അതിനെ വിളിക്കാം. എന്തുകൊണ്ടാണ് നമ്മളുടെ ഉള്ളിൽ ടെൻഷൻ, ആശങ്കകൾ, സ്ട്രെസ് ഇതെല്ലാം വരുന്നത്? നമ്മളിലുള്ള അത്യാഗ്രഹം, മറ്റുള്ളവരിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലുള്ള ആഗ്രഹം, ദീർഘകാലം കഴിഞ്ഞിട്ട് ദീർഘകാല ആഗ്രഹങ്ങളുടെ അത്യാഗ്രഹം, കോപം, നുണ പറച്ചിൽ. നുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നുണ. ഒരാളുടെ കുറ്റം പറയൽ, ആരുടെയെങ്കിലും കുറ്റം പറയൽ, കുറവ് പറയൽ, ആരുടെയെങ്കിലും കുറ്റവും കുറവും പറയൽ, അസൂയ, ആർക്കെങ്കിലും ഉള്ളതിൽ നമുക്ക് അസൂയ, പിശുക്ക്, അമിതമായ പ്രകടനത്വര, ആഡംബരം, മറ്റൊരാളുടെ കഴിവിലുള്ള അസൂയ, അതോടൊപ്പം സ്വന്തം കഴിവിലുള്ള അമിത ആത്മാഭിമാനം, ഞാനെന്ന ഭാവം, അഹങ്കാരം, ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നത്തിലുള്ള ഒരു പക, സമ്പത്തിനോടുള്ള സ്നേഹം, പ്രശസ്തിയോടുള്ള സ്നേഹം, ഈ ലോകത്തോട് തന്നെയുള്ള നശ്വരമായ ഈ ലോകത്തോട് തന്നെയുള്ള സ്നേഹം. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്യാഗ്രഹം, അഹങ്കാരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയും ഇല്ല എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. ഒരു പുണ്യം ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ വന്നിരിക്കാൻ കഴിയും. നിങ്ങൾ എന്തോ ഒരു വലിയ പുണ്യം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്തോ വലിയൊരു പുണ്യം ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയില്ല. വന്നിരുന്നാൽ തന്നെ അവർ ഇറങ്ങിപ്പോകും. ജീവിതത്തിൽ നിങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും, അതും ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്നും കിട്ടുന്ന ഒരു ദിവസത്തെ ഒരു ക്ലാസ് മതി. ഒരു ദിവസത്തെ നിങ്ങളുടെ ലൈഫ് മാറി. ഒറ്റ ദിവസത്തെ ഇത് മതി. നിങ്ങൾ കുറച്ച് ഗ്രേഡ് കൂടി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ലൈഫ് മാറി. നിങ്ങൾ എല്ലാവരും കുറച്ച് ഗ്രേഡ് കൂടി ചിന്തിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ചെവി മാത്രം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ സോളിന്, നിങ്ങളുടെ മനസ്സിന് കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ചെവി ഉണ്ടായാൽ, അല്ലാതെ നിങ്ങൾ വേറെ എന്ത് ഇതിലുള്ള ആളാണ്, എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും ബാധകമല്ല.